إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പരമകാരുണികനായ അല്ലാഹുവിൽ നിന്നും അവതീർണമായ ഏക മതമാണ് പരിശുദ്ധ ഇസ്ലാം. സമൂഹം ഈ മതത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുമ്പോഴെല്ലാം യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കുവാനായി ഓരോ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അവർക്ക് ആ സമൂഹത്തിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ മാത്രമല്ല അയച്ചിട്ടുള്ളത്, വേദഗ്രന്ഥം നൽകിക്കൊണ്ടാണ് പല പ്രവാചകന്മാരെയും അല്ലാഹു നിയോഗിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിഖൗമിൻ നാസു ബിൽ ഖിസ്ത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിലെ 25-ാമത്തെ വചനം. തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി. ജനങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുവാനും അവരോടൊപ്പം വേദഗ്രന്ഥവും അല്ലാഹു അവർക്ക് പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തു എന്നാണ്.
യഥാർത്ഥ മതത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുമ്പോൾ ആ മതത്തിലേക്ക് നീതിപൂർവം ഇസ്ലാമായി അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി, യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുവാൻ വേണ്ടി ആ സമൂഹങ്ങളിലേക്കെല്ലാം അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന അള്ളാഹുവിൽ നിന്ന് അവതീർണമായ അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ വേദഗ്രന്ഥം ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കും അയക്കപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അവതരിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. നിന്നെ നാം മനുഷ്യർക്കാകമാനം സന്തോഷവാർത്ത അറിയിക്കുവാനും അവർക്ക് താക്കീത് നൽകുവാനും വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. പക്ഷേ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല എന്നാണ്. ആ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയക്കപ്പെട്ട വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥവും പ്രവാചകനും ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമുള്ളതാണ്. വിശുദ്ധ ഖുർആൻ എന്നത്, ആ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രത്യേകതകൾ അതിനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും ഉത്തമർ അത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏറ്റവും അഫ്ളലായ, ഏറ്റവും ഖൈറായ ആളുകൾ ഖുർആനെ പഠിക്കണം, ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗമല്ല, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം. ഒന്നെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നവരാകണം, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവരായിരിക്കണം. അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. രണ്ടാമതായി ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ പാരായണത്തിനും അത് കേൾക്കുന്നതിനും വരെ പ്രതിഫലമുണ്ട് എന്നതാണ്. മാത്രമല്ല, നന്നായി പാരായണം ചെയ്യുന്നവർ അത് മലക്കുകളോടൊപ്പമുള്ള സ്ഥാനവും, പ്രയാസപ്പെട്ട് ഓതുന്ന ആളുകൾക്ക് 2 പ്രതിഫലമുണ്ട് എന്നാണ്. ഖുർആൻ ഓതുന്ന ഒരാൾ തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഓതുന്ന ആളാണെങ്കിൽ അയാൾക്ക് 2 പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല, ഖുർആനിന് പൊതുവായും ഓരോ സൂറത്തുകൾക്കും ആയത്തുകൾക്ക് പോലും പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി കൂലിയാണ് ഖുർആൻ പാരായണത്തിലൂടെ ലഭിക്കുന്നത്. അക്ഷരം അലിഫ് ലാം മീം എന്ന 3 അക്ഷരം ഒരാൾ പാരായണം ചെയ്യുന്നതിലൂടെ 30 ഇരട്ടി പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത്. ഒരു അക്ഷരത്തിന് 10 ഇരട്ടി കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. മാത്രമല്ല, ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്കും ആ മനഃപ്പാഠമാക്കിയ അവരുടെ മാതാപിതാക്കൾക്കും നാളെ പരലോകത്ത് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിക്കുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തീർന്നില്ല, പരലോകത്ത് ശുപാർശകനായി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ മനഃപ്പാഠമാക്കി അതനുസരിച്ച് ജീവിച്ച വ്യക്തികളെ പരിശുദ്ധ ഖുർആൻ നരകത്തിൽ നിന്ന് അകറ്റി നിർത്താൻ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലാഹുവിനോട് വാദിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇങ്ങനെയൊക്കെ അനേകം ഖുർആനിന്റെ പവിത്രത, ഖുർആനിന്റെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പവിത്രമായ ഈ ഗ്രന്ഥത്തിന്റെ അവതരണവും അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് അവതരിപ്പിച്ചത് ലോകരക്ഷിതാവായ അല്ലാഹുവാണ് ഖുർആൻ അവതരിപ്പിച്ചത്. മാത്രമല്ല, അത് അവതരിച്ചതാണെങ്കിലോ
സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ലോകത്തുള്ള കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെയാണ് ഖുർആൻ അവതരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഖുർആൻ എത്തിച്ചു നൽകിയതോ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മാത്രമല്ല ആ ഖുർആൻ ലഭിച്ചത് ആർക്കാണ്? നാളെ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ച ഈ ഉമ്മത്തിലേക്കാണ് ആ പരിശുദ്ധ ഖുർആൻ ഇറക്കിയതോ ഏറ്റവും ശ്രേഷ്ഠമായ നാട്ടിൽ മക്ക എന്ന പരിശുദ്ധമായ ഭവനം ഉൾക്കൊള്ളുന്ന ആ മക്ക എന്ന ശ്രേഷ്ഠമായ നാട്ടിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അത് അവതരിച്ച മാസമാണെങ്കിലോ ഏറ്റവും മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെയും പഠിപ്പിച്ച പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ അവതരിച്ചത്. മാത്രമല്ല ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളിൽ ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അത് ഇറങ്ങിയത്. ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാത്രികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആനിന്റെ അവതരണം എപ്പോൾ ആയിരുന്നു എന്ന് അള്ളാഹു കൃത്യമായി അറിയിച്ചു തന്നിട്ടുണ്ട്. ആ രാവിന്റെ പ്രത്യേകത അറിയിക്കുവാൻ വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം, ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കി എന്നതാണ്. സൂറത്തുൽ ഖദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹി ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, തീർച്ചയായും നിർണയത്തിന്റെ ഖദറിന്റെ രാത്രിയിലാണ് അത് അവതരിപ്പിച്ചത് എന്നാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് ചോദിക്കുകയാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, ആ നിർണയത്തിന്റെ രാത്രി അത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. ഖൈറായ 1000 മാസത്തേക്കാൾ ഉത്തമമായ രാത്രിയാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ്. മലക്കുകൾ ഇറങ്ങി വന്നു, അതുപോലെ ആത്മാവ് റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ മലക്കുകളും ആത്മാവും അള്ളാഹുവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുകൾ, ആ ഉത്തരവുമായി വന്നിറങ്ങിയ രാത്രിയാണത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ എന്ന് പരിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ ആ ലൈലത്തുൽ ഖദർ എന്ന ആ മഹത്വമുള്ള ആ രാത്രിയിലാണ്, അനുഗ്രഹീതമായ ആ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അല്ലാഹു പറഞ്ഞു, ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദുഖാൻ 1 മുതൽ 3 വരെയുള്ള വചനം. വൽ കിതാബിൽ മുബീൻ,
സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. തീർച്ചയായും നാം അതിനെ ഒരു അനുഗ്രഹീതമായ രാത്രിയിൽ അവതരിച്ചിരിക്കുന്നു. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു എന്നാണ്. അപ്പൊ അനുഗ്രഹീതമായ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ ആയത്തിൽ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് ലൈലത്തുൽ ഖദർ ആണ് എന്ന് ഖുർആനിന്റെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൽ മുബാറകത്തിൻ വഹിയ ലൈലത്തുൽ ഖദർ വകാന ദാലിക ഫീ ശഹ്രി റമളാൻ. നിശ്ചയമായും ഇത് പരിശുദ്ധ ഖുർആൻ അത് അവതരിച്ചത് അനുഗ്രഹീതമായ രാവിലാണ്. അത് നിർണയത്തിന്റെ രാവാണ്. ആ അനുഗ്രഹീതമായ രാവ് എന്ന് പറഞ്ഞാൽ നിർണയത്തിന്റെ രാവാണ്. ലൈലത്തുൽ ഖദർ ഖദറിന്റെ രാവാണ്. അത് ആ ഖദറിന്റെ രാവ് ഏത് മാസത്തിലാണ്? ദാലിക ഫീ ശഹ്രി റമളാൻ. അത് റമളാൻ മാസത്തിലാണ് എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ വിശദീകരിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. കാര്യം അല്ലാഹു തന്നെ ഇത്ര വ്യക്തമായി ഖുർആൻ ഇറങ്ങിയത് പരിശുദ്ധ റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിലാണ് എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ശഅബാൻ 15 രാത്രിയിലാണ് എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. തീർത്തും നിരർത്ഥകമായ ഒരു അർത്ഥവുമില്ലാത്ത വാദമാണ്. പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി അല്ലാഹു സ്ഥാപിച്ചതാണത്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയാണ് ഖുർആൻ ഇറങ്ങിയത് റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒന്നല്ല, അത് ശഅബാൻ 15 എന്ന് പറയുന്ന ആളുകളെ കാണാം. അല്ലാഹു പറഞ്ഞ ലൈലത്തുൽ മുബാറക എന്നതിന്റെ ഉദ്ദേശം അത് ബറാഅത്ത് രാവ് ആണ് എന്നും അത് ശഅബാൻ 15 എന്നും പറയുന്നത് ഖുർആനിനെ തന്നെ കളവാക്കുന്നതിന് തുല്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ലൈലത്തുൽ ഖദറിന്റെ റമളാനിന്റെ ആ ഖദറിന്റെ രാത്രിയിലാണ് ഇറങ്ങിയത് എന്ന് അല്ലാഹു പറയുമ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് അതൊന്നല്ല, ലൈലത്തുൽ ഖുർആൻ ഇറങ്ങിയത് ശഅബാൻ 15 എന്ന് പറയുമ്പോൾ അത് ഖുർആനിനെ തന്നെ കളവാക്കുന്നതിന് തുല്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരം വാദക്കാരെയും ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എതിർക്കുന്നതായി കാണാൻ സാധിക്കും. വമൻ ഖാല ഇന്നഹാ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ كما روي عن إكرمة وقد أبعد نجعة فإن نص القرآن أنها في رمضان. ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ട് പ്രകാരം ഖുർആൻ അവതരണം അത് ശഅബാൻ പകുതിയിലെ രാവിലാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ വളരെ വിദൂരത്തിലാണ് അവരുള്ളത്. നിശ്ചയമായും ഖുർആനിന്റെ നസ്സ് തന്നെ, അതിന്റെ അടിസ്ഥാനം തന്നെ അത് റമദാനിലാണ് ഇറങ്ങിയത് എന്നതാണ്. കാര്യം വ്യക്തമാണ്. ഇങ്ങനൊക്കെ കാര്യം വളരെ വ്യക്തമായിട്ടും ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ കാണാം. ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും ഖുർആനിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഈ കാര്യം അത് ശഅബാനിലാണ് എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ശഅബാൻ പകുതിയിലാണ് ഖുർആൻ അതിന്റെ അവതരണം ഉണ്ടായത് എന്ന ഉദ്ദേശത്തിൽ വരുന്ന ഹദീസുകൾ, ആ ഹദീസുകളിലെ അതിന്റെ അഭിപ്രായം, ആ ഹദീസിനെ കുറിച്ച് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ കാണാം വളരെ ദുർബലമായ ളഈഫായ ഹദീസുകളാണ് എന്ന് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞത്, ഉലമാക്കൾ പറഞ്ഞത്, ഇമാം തൊബരിയെ പോലെയുള്ള, അതുപോലെ ഇമാം ഖുർത്തുബിയെ പോലെ, ഇബ്നു കസീറിനെ പോലെയുള്ള, ഇബ്നു ആഷൂർ തുടങ്ങിയ ധാരാളം മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, അവരെല്ലാം വ്യക്തമായി പറഞ്ഞത് ആ ഹദീസ് ളഈഫാണ്, ദുർബലമാണ് എന്നതാണ്. ഈ ഒരു കാര്യം
പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പേരും പറഞ്ഞു ശഅബാൻ 15 അന്ന് ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞ ആ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ബറാഅത്ത് രാവ് എന്ന ഒരു രാവ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നോമ്പനുഷ്ഠിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രവർത്തനങ്ങളും നമ്മളെ സമൂഹത്തിൽ ആചരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് വ്യക്തമായ ദീനിൽ പുതുതായി നിർമ്മിച്ച അല്ലാഹുവിന്റെ റസൂലിനോ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിനോ അവരൊന്നും പഠിപ്പിക്കപ്പെടാത്ത, അവർക്കറിയാത്ത പുതിയ ദീനാണ്. അത് തള്ളപ്പെടേണ്ടതാണ്. ദീനിലൊരാൾ പുതുതായി നിർമ്മിച്ചാൽ നബിയോ സഹാബത്തോ പൂർവികരായ സച്ചരിതരായ മുൻഗാമികളായ ആളുകൾ അവർ പ്രവർത്തിച്ച് കാണിച്ചു തരാത്ത ഒരു അനാചാരം അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്, നമ്മൾ വെടിയേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, قال رسول الله صلى الله عليه وسلم من حدث في امرنا هذا ما ليس فيه فهو رد. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. നമ്മുടെ ഈ കൽപ്പനയില്ലാത്തത്, മതപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കി അതിന് പ്രത്യേകതകളുണ്ട്, അതിന് പുണ്യമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ, റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരാൾ പുതുതായി മതത്തിൽ ഒരു ദീനിന്റെ കാര്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം അതിന് മേന്മകളും പോരിശകളൊക്കെ പറഞ്ഞ് അതിന് ഇത്ര പുണ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരാൾ വന്നാൽ അതിന്റെ ഗൗരവം എത്രയാണ്? അല്ലാഹു റസൂൽ പറഞ്ഞു, അങ്ങനെയുള്ള പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്നാണ്. ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ, പുത്തനാചാരം ഉണ്ടാക്കിയവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ ദീനിൽ പഠിപ്പിക്കാത്ത കാര്യം ചെയ്യുന്നത് അത് നരകപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യമാണ്. അവിടുന്ന് പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. പ്രവാചകനിൽ നിന്ന് ഇത്തിബാ ഇല്ലാത്ത കാര്യം, കൽപ്പനയില്ലാത്ത കാര്യം, അല്ലെങ്കിൽ മൗനാനുവാദമില്ലാത്ത കാര്യം അത് ഒരാൾ മതത്തിൽ മതപരമായ കാര്യമാണ് എന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു നമസ്കാരം, റസൂൽ പഠിപ്പിക്കാത്തൊരു ദിക്ർ, അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്തൊരു നോമ്പ്, പ്രവാചകനും പഠിപ്പിക്കാത്ത പ്രത്യേകം ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്ത് ഒരു ഖുർആൻ പാരായണം, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്. ഖുർആൻ പാരായണം എപ്പോഴും ചെയ്യാം. പക്ഷെ ഇന്ന് ഒരാൾ പറയാണ്, ഇന്ന് മഗ്‌രിബിന് ശേഷം എല്ലാവരും കൂട്ടം കൂടി ഇരുന്ന് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യാം, അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് ബിദ്അത്താണ്. എന്നാൽ ഖുർആൻ പാരായണം എല്ലാവർക്കും എപ്പോഴും ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ സുബ്ഹാനല്ലാഹ് നല്ലതാണ്. എന്നാൽ ഒരാൾ പറയാണ്, ഇന്ന് അസറിന് ശേഷം എല്ലാവരും പള്ളിയിൽ വന്ന് കൂട്ടം കൂടി ഒരു 100 വട്ടം അല്ലെങ്കിൽ 1000 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചെല്ലാം, അതിന് ഇന്ന പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ പഠിപ്പിക്കപ്പെടാത്തതാണ്. അതാണ് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം അതിര് കവിച്ചിൽ അതിനെ അവിടുന്ന് പഠിപ്പിക്കാത്ത രീതിയിലും അതിന്റെ കോലത്തിലും മട്ടത്തിലൊക്കെ നമ്മൾ വ്യത്യാസം വരുത്തുക, അതാണ് ബിദ്അത്ത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നതാണ് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അതിൽപ്പെട്ടതാണ് ശഅബാൻ 15 പേരിൽ ആചരിക്കുന്ന മുഴുവൻ അനാചാരങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരം അനാചാരങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കേണ്ടതാണ്. പലപ്പോഴുമുള്ള ന്യായം എന്താണ്? നല്ലതാണ് എന്നാണ്, അല്ലെ, നല്ലതല്ലേ, പുണ്യമുള്ളതല്ലേ എന്ന ന്യായമാണ്. അങ്ങനെ ന്യായം പറയുകയാണ് എങ്കിൽ നമ്മൾ രാവിലെ സുബഹി നമസ്കാരം 2 റക്അത്ത്, ഒരാൾ പറയാണ് നിസ്കാരമല്ലേ,
ഖുർആൻ പാരായണമല്ലേ, സുജൂദല്ലേ, റുക്കൂ അല്ലേ, ആ റുക്കൂവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളല്ലേ, അതൊരു റക്അത്ത് കൂടെ ഒന്ന് എക്സ്ട്രാ കൂട്ടിയാൽ എന്താ നമ്മൾ പറയുക? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതാണ് പുത്തനാചാരം. നല്ലതാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും മതത്തിലേക്ക് ഒരു കാര്യം കൊണ്ടുവന്നാൽ അതാണ് ഫഹുവ റദ്ദുൻ, തള്ളപ്പെടേണ്ടതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഹദീസ് കാണാൻ സാധിക്കും. നല്ലതാണ് എന്ന് കരുതി ചെയ്യുന്ന ഇത്തരം നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണം കൊണ്ട് ശിക്ഷ ലഭിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, സമസ്ത വിഭാഗത്തിലുള്ള ആളുകൾ, അവരുടെ മുൻ പ്രസിഡന്റായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പോലും ഈ ബറാഅത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അത് മതത്തിൽ സ്ഥിരപ്പെട്ടതല്ല എന്നതാണ്. ഇത്രയും വ്യക്തമായിട്ടും ഇനിയും ഇത് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ധിക്കരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിൽ പല ബിദ്അത്തുകളും കടന്നു വരുന്നത് ഈ രൂപത്തിലാണ്. ദുർബലമായ ഹദീസുകളുടെ പിൻബലത്തിൽ പ്രമാണങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നതിലേക്ക് നമ്മൾ മടങ്ങണം. പ്രമാണങ്ങളിലില്ലാത്തത് ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഇല്ലാത്തതാണോ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി മറ്റൊരാളുകളുണ്ട്, അവർ ഇതൊന്നും നമ്മെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന രീതിയിൽ ബിദ്അത്തുകളോട് മൗനം അവലംബിക്കുന്ന ആളുകൾ, അതിനെ നിസ്സാരമാക്കി കളയുന്ന ആളുകൾ, ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. മതത്തിലൊരു പുതുതായി ഒരാൾ ഒരു കാര്യം ചെയ്താൽ അതിനെ എതിർക്കപ്പെടേണ്ടതും അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കേണ്ടതും അത് ബിദ്അത്തിനെ കുറിച്ച് അറിയുന്ന ഗൗരവമുള്ള ആളുകൾ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു ബിദ്അത്ത് മതത്തിലേക്ക് കടന്നു വന്നാൽ സുന്നത്തായ കാര്യമാണ് ഒഴിവാക്കപ്പെടുക. ഏതുപോലെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, ആ ഗ്ലാസിലേക്ക് ഒരു തുള്ളി വെള്ളമുറ്റിയാൽ അതിൽ നിന്ന് അല്പം പുറത്തേക്ക് പോകും. ഇസ്ലാം എന്നത് പൂർണ്ണമാണ്, പരിപൂർണമാണ്, പ്രവാചകൻ പൂർത്തീകരിച്ചതാണ്. ഈ പൂർണ്ണമായ മതത്തിലേക്ക് പുതുതായി നല്ലതല്ലേ, പുണ്യം ലഭിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഒരു കാര്യം ഇതിലേക്ക് കൂട്ടിച്ചേർത്താൽ ആ സ്ഥാനത്ത് സുന്നത്തായ ഒരു കാര്യമാണ് പുറത്തേക്ക് പോവുക. അത്തരം ആളുകളെ ജീവിതം പരിശോധിച്ചാൽ ബിദ്അത്തുകൾ ധാരാളം ഉണ്ടാകും, എന്നാൽ സുന്നത്തായ ഒരു കാര്യം അവർ ചെയ്യുകയുണ്ടാവില്ല. തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ നോമ്പ്, മുഹറം 9, 10, ദുൽഹിജ്ജ 9, ഇങ്ങനെയുള്ള സുന്നത്തായ നോമ്പുകളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കില്ല. എന്നാൽ ബറാഅത്ത് രാവിന്റെ നോമ്പ്, അതുപോലെയുള്ള ബിദ്അത്തായ നോമ്പുകൾ അതിന് വലിയ പോരിശയും മഹത്വവും പറഞ്ഞ് അതവർ അനുഷ്ഠിക്കും. അതാണ് സുന്നത്തിന്റെ സ്ഥാനത്ത് ബിദ്അത്ത് കടന്നു വന്നാൽ സുന്നത്ത് പുറന്തള്ളുകയും ബിദ്അത്തുകൾക്ക് പോരിശകൾ വർദ്ധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്ന് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ശഅബാൻ 15 ഖുർആൻ ഇറങ്ങിയ രാവാണ് എന്നതും അതിന്റെ പേരിൽ നടക്കുന്ന നോമ്പ് മറ്റുമെല്ലാം അങ്ങനെയുള്ള ആചാരങ്ങളാണ് നമ്മൾ എതിർക്കുന്നത്. എന്നാൽ അത് അനാചാരമാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. ശഅബാൻ 15 ബന്ധപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال إن الله ليطلع في ليلة النصف من شعبان فيغفر لجميع خلقه إلا لمشرك أو مشاهد. നിശ്ചയമായും അല്ലാഹു ശഅബാൻ മാസം അത് പകുതിയാകുമ്പോൾ അതിന്റെ പകുതിയുടെ രാവിൽ എന്ന് പറഞ്ഞാൽ 15ന്റെ രാവിൽ അല്ലെങ്കിൽ ആ 15ാം രാവിൽ അല്ലാഹു
ഭൂമിയിലേക്ക് നോക്കുകയും ഓരോ വ്യക്തിയിലേക്ക് നോക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കാത്ത ആളുകൾ, അതുപോലെ വിദ്വേഷം വെക്കാത്ത ആളുകൾ, പക വെച്ച് പുലർത്താത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. അതായത് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ആരെങ്കിലും വിദ്വേഷവും പകയുമായി വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. ഈ ഹദീസുമായി ഇതിന്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് രണ്ടഭിപ്രായങ്ങളാണുള്ളത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഹദീസ് ദഈഫാണ്, ദുർബലമാണ് എന്ന് പറഞ്ഞ ആളുകളെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വഹീഹാണ് എന്ന് പറഞ്ഞ മുഹദ്ദിസുകളായ ആളുകളുമുണ്ട്. ഇനിത് സ്വഹീഹാണ് എന്ന് തന്നെ കരുതുക. സ്വഹീഹാണെങ്കിൽ തന്നെ അതിന്റെ പ്രത്യേകത എന്താണുള്ളൂ? ശഅബാൻ 15 അന്ന് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കിനും അതുപോലെ വിദ്വേഷം പുലർത്തുന്ന ആളുകൾക്കും അല്ലാഹു പാപം പുറത്തു കൊടുക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേക നമസ്കാരം, പ്രത്യേകം നോമ്പ് നോൽക്കുക, അതൊന്നും ആ ഹദീസിന്റെ ഭാഗമായി വരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ദിവസം പകലോ രാത്രിയോ എന്തെങ്കിലും ഇബാദത്തുകൾ പ്രത്യേകമായി ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്നും സ്ഥിരപ്പെട്ടു വരാത്ത കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ബറാഅത്ത് രാവ് എന്ന രാവും ബറാഅത്ത് നോമ്പ് എന്ന നോമ്പും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആചാരങ്ങൾ, അതുപോലെ പ്രത്യേകം ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകം സിയാറത്ത് ടൂർ പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ബറാഅത്ത് രാവിൽ പ്രത്യേകം നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾ, ബറാഅത്ത് രാവിൽ പ്രത്യേകം ഭക്ഷണമുണ്ടാക്കി ശീരണി ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, അന്നത്തെ ദിവസം പ്രത്യേകം മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ്, ബിദ്അത്താണ്. ഓരോ പാരായണവും അവസാനിക്കുമ്പോഴും പ്രത്യേകം പ്രാർത്ഥന ചൊല്ലുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇല്ലാത്ത ദിക്റുകൾ എണ്ണം വെച്ച് ചൊല്ലുന്ന ആളുകളെ കാണാൻ സാധിക്കും. സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യുന്ന ആളുകൾ, ഇങ്ങനൊക്കെ ധാരാളം ആ ദിവസവുമായി ബന്ധപ്പെട്ട് ബിദ്അത്തായ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ അകന്നു നിൽക്കണം. കാരണം അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം എന്നത് പരിപൂർണമാണ്, അത് പ്രവാചകൻ പൂർണ്ണമാക്കിയതാണ്. ഇനി അതിലേക്ക് ഒന്ന് കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്നൊന്ന് എടുത്തു ഒഴിവാക്കുവാനോ നമുക്കാർക്കും തന്നെ അധികാരമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പൂർത്തീകരിച്ച മതമാണ്. ആ പ്രവാചകനിലൂടെ പൂർത്തീകരിച്ച മതം അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയും ഉത്തരവാദിത്വവും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇത്തരം ബിദ്അത്തുകൾ എല്ലാം തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതോടൊപ്പം ശഅബാൻ മാസത്തിന്റെ പകുതിയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ ഈ മാസത്തിൽ പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ശഅബാൻ 15 ദിവസം മാത്രമല്ല, ശഅബാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ശഅബാൻ മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിക്കവാറും ദിവസങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസം അത് ശഅബാൻ മാസമാണ്. കാരണം റമദാനിന്റെ മുന്നോടി എന്ന നിലക്ക് റമദാനിലേക്ക് നോമ്പ് റമദാനിനെ വെൽക്കം ചെയ്യുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു മാസം നിലക്ക് ആ മാസത്തിൽ പ്രവാചകൻ അങ്ങനെ ധാരാളം നോമ്പ് നോറ്റിരുന്നു എന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ധാരാളം സുന്നത്ത് നോമ്പുകൾ, ധാരാളം ഖുർആൻ പാരായണങ്ങൾ, ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ എടുക്കുവാൻ, ഈ മാസത്തിൽ പ്രത്യേകം പുണ്യങ്ങൾ ധാരാളം ചെയ്യുവാനും അതിലൂടെ റമദാനിലേക്ക് കടക്കുവാനും നമുക്ക് സാധിക്കണം. റമദാനിനെ വരവേൽക്കാൻ, നല്ല രീതിയിൽ റമദാനെ വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തരം ബിദ്അത്തുകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, പുത്തനാചാരങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പുണ്യപ്രവർത്തനങ്ങളായി സ്വീകരിച്ച് നാളെ
പാരത്രിക ലോകത്ത് സ്വർഗം കരസ്ഥമാക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ശിഫ നൽകണേ റഹ്മാനെ. ആരോഗ്യപരമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പാപങ്ങളെ നീ മായ്ച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അഗാധമായ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك